ഇപ്പൊ സയൻസ് ക്ലബിന് സ്വതന്ത്ര ഭാരതത്തില് ശാസ്ത്രരംഗത്തുണ്ടായ വളർച്ചയെക്കുറിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. പഴയ ഫോട്ടോകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ എക്സിബിഷൻ പോലെ ചെറിയ പ്രഭാഷണ പരിപാടികളൊക്കെ നടത്താം. ശാസ്ത്രം സ്വതന്ത്ര ഭാരതത്തിന് നൽകിയ നേട്ടങ്ങളെ കുറിച്ച് പറയാം. ഭാരതം സ്വതന്ത്രമായപ്പോൾ നിങ്ങൾ ഓർക്കുക, ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തായിരുന്നു നമ്മുടെ രാഷ്ട്രം നിലനിന്നിരുന്നത്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വിഭാവനം ചെയ്തത് എന്തിനെ കുറിച്ചാണ്? ഒരു ചുവടുവയ്പ്പിനാണ്. പേസ് നിങ്ങൾ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചാൽ കാണാം. എത്ര ദീർഘമായ യാത്രയും ആരംഭിക്കുന്നത് ആദ്യത്തെ ഒരു ചുവടുവയ്പ്പിൽ നിന്നാണ്. നല്ലൊരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ അധ്യാപകരെയും, പ്രത്യേകിച്ച് ഹെഡ് മിസ്സസ് റോസമ്മ ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് സോണിയ ടീച്ചർ, അതുപോലെ തന്നെ കുറെ കുട്ടികൾ അതിന്റെ പിന്നിലുണ്ട്, പേരന്റ്സ് ഉണ്ട്. നിങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അതിന് കഴിവുള്ളവരാണ് എല്ലാ ടീച്ചേഴ്സും. വ്യത്യസ്തമാണ്, നമ്മുടെ അഭിരുചികളും എല്ലാം വ്യത്യസ്തം തന്നെയാണ്. അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏത് എന്ന് കണ്ടെത്തി, നമ്മുടെ കഴിവ് ഏതെന്ന് കണ്ടെത്തി. നമ്മളുടെ തീരദേശത്തെ സ്കൂളാണ്. നമ്മളുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമായിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ഒരു വിദ്യാഭ്യാസം കൂടുതൽ നൽകുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അതിന് ഉത്തരവെഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ മലയാളത്തിൽ ഉത്തരവെഴുതാൻ കഴിയത്തില്ല.